ഇടുക്കി അടിമാലിയിൽ ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത സ്ഥലത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു. അടിമാലി ലക്ഷം വീട് ഉന്നതിയിലെ ബിജുവാണ് മരിച്ചത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥലത്തെ 22 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അപ്രതീക്ഷിതമായി എത്തിയ വൻ ദുരന്തം. അർദ്ധരാത്രിയിൽ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം. ഒടുവിൽ ഒരു കുടുംബനാഥന്റെ ജീവൻ നഷ്ടമാകൽ. ഒറ്റരാത്രി കൊണ്ട് അടിമാലിയിലുണ്ടായത് ഹൃദയം നുറുക്കുന്ന കാഴ്ചകളാണ്. പുലർച്ചെ 3 മണിയോടെ സന്ധ്യയെ പുറത്തെത്തിച്ചിരുന്നു. 4 മണിയോടെ ബിജുവിന്റെ മൃതദേഹം പുറത്തെടുത്തു. നേരം പുലർന്നപ്പോഴേക്കുമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി ദൃശ്യമായത്. 6 വീടുകൾ മണ്ണിനടിയിലായി. 10 വീടുകൾ പൂർണ്ണമായും തകർന്നു. ദേശീയപാത അധികൃതർ ആരും തന്നെ ഇതൊരു വലിയൊരു ഭീകരമായ രീതിയിൽ അവർ കണ്ടില്ല എന്നുള്ള, അല്ലെങ്കിൽ അവർ കണ്ടിരുന്നെങ്കിൽ അവരതിൻ്റെ മാർഗങ്ങൾ കാണില്ലായിരുന്നു. അവർ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണെടുത്തുകൊണ്ടാണ് മണ്ണിടിയാനുള്ള സാഹചര്യമുണ്ട്. നമ്മൾ ഒരു 3 ദിവസമായിട്ട് ഇതിന് പുറകെ തന്നെ ഇവിടെ വിള്ളൽ വരുന്നുണ്ടെന്നും ഈ മണ്ണിടിയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പുറകെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരൊരു നടപടി അതിനകത്ത് എടുത്തില്ല. ദുരന്ത ബാധിതരുടെ പുനരധിവാസം സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ എവിടെയൊക്കെയാണ് അപകട സാധ്യത, എങ്ങനെയായിരിക്കുമെന്ന വിഷയത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുക. ആ റിപ്പോർട്ട് ലഭ്യമാകുന്നവരെ അവിടെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ആവശ്യമായ നിർദ്ദേശവും NHAIക്ക് കൊടുക്കുന്നുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ചയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വിഷയത്തിൽ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു. എന്നാൽ പ്രദേശത്ത് ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ലായിരുന്നുവെന്നാണ് NHAIയുടെ വിശദീകരണം. മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ശക്തമായൊരു മഴ പെയ്താൽ അടിമാലിയിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായേക്കും. ലക്ഷം വീട് ഉന്നതിയിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ പുനരധിവാസത്തോടൊപ്പം ജാഗ്രതയ്ക്കും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ജിബിൻ തോമസിനും അജിനുമൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, ഇടുക്കി.